നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2024-25 അധ്യയന വർഷം കേരളത്തിലെ MBBSനും BDSനും അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും അതുപോലെ ഹോമിയോ, ആയുർവേദം തുടങ്ങിയ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടേണ്ടതിന് നാം പരീക്ഷ എഴുതേണ്ടത് മെയ് 5-ാം തീയതി നീറ്റ് എക്സാമാണ്. പക്ഷേ പ്രവേശനം നടത്തുന്നതാവട്ടെ കേരള എൻട്രൻസ് കമ്മീഷണറും. കേരളത്തിലെ മെഡിക്കൽ പ്രവേശനത്തിന് എല്ലാ വിദ്യാർത്ഥികളും cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഏപ്രിൽ 17-ാം തീയതിക്കുള്ളിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് എന്ന വിഭാഗത്തിൽ അപേക്ഷിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ എന്നീ കോഴ്സുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള മെഡിക്കൽ വിഭാഗത്തിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിരിക്കുന്ന ജാതി ഉപജാതി വിഭാഗങ്ങൾ ആരെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ മെഡിക്കൽ പ്രവേശനം ചിലവേറിയതാണ് എന്ന് പരക്കെ അഭിപ്രായമുണ്ടെങ്കിലും നമുക്കറിയാം, ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും യാതൊരുവിധ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ സാധിക്കുന്ന ധാരാളം വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്. ഏതൊക്കെയാണ് ആ വിഭാഗം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത്. കേരളത്തിൽ ധീവര വിഭാഗം DV കാറ്റഗറിയാണ് എന്നുണ്ടെങ്കിൽ, എത്ര വരുമാന പരിധി ഉയർന്നതാണെങ്കിലും DV കാറ്റഗറി ധീവര വിഭാഗത്തിലുള്ളവരെ ട്യൂഷൻ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ MBBSന് 24,000 രൂപയും സ്വകാര്യ മേഖലയാണെങ്കിൽ 7 മുതൽ 8.5 ലക്ഷം രൂപ വരെയുമാണ് ട്യൂഷൻ ഫീസ്. പൂർണ്ണമായും ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഫീസിൽ നിന്ന് ധീവര വിഭാഗത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം SC/ST വിഭാഗമാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗവും ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗവും യാതൊരുവിധ വരുമാന നിബന്ധനയും ഇല്ലാതെ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ട്യൂഷൻ ഫീസിന് അപ്പുറത്തുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഹോസ്റ്റൽ ഫീസ്, ലൈബ്രറി ഫീസ്, കോഷൻ ഡിപ്പോസിറ്റ് എന്നിവ മറ്റൊരു വിദ്യാർത്ഥി അടയ്ക്കുന്നത് പോലെ തന്നെ ഈ വിദ്യാർത്ഥികളും അടയ്ക്കേണ്ടതായി വരികയും ചെയ്യും. ധീവര വിഭാഗം, അതുപോലെ SC വിഭാഗം, ST വിഭാഗം എന്നിവയെ പൂർണ്ണമായിട്ടും ട്യൂഷൻ ഫീസിൽ നിന്ന് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം കുടുംബി വിഭാഗം, KU വിഭാഗം, അതുപോലെ തന്നെ കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി KN വിഭാഗം, രണ്ടിനും 1% വീതമാണ് സംവരണം. ഈ വിഭാഗത്തിനെയും KN കാറ്റഗറി ആണെങ്കിലും KU കാറ്റഗറി ആണെങ്കിലും പൂർണ്ണമായിട്ടും ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് MBBSന് 24,000 രൂപയോ സ്വകാര്യ മെഡിക്കലിന് സ്വകാര്യ MBBS കോളേജിൽ 7.5 ലക്ഷമോ, സെൽഫ് ഫിനാൻസിങ് BDSന് 3.25 ലക്ഷമോ, ഗവൺമെൻറ് BDSന് 22,000 രൂപയോ ഈ വിഭാഗങ്ങൾ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഈ 2 കാറ്റഗറികൾക്കപ്പുറം എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കലിൻ്റെ തന്നെ മറ്റു വിഭാഗങ്ങളാണെങ്കിലും യാതൊരുവിധ ട്യൂഷൻ ഫീസും അടയ്ക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാറ്റഗറികൾക്ക് അപ്പുറം BH വിഭാഗത്തിൽ, അതുപോലെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിലും കുറച്ച് അധികം ഉപവിഭാഗങ്ങളെ OEC വിഭാഗം, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വിഭാഗത്തിനും 6 ലക്ഷം രൂപയിൽ താഴെയാണ് വരുമാനമെങ്കിൽ യാതൊരുവിധ ട്യൂഷൻ ഫീസ് ഗവൺമെൻറ് കോളേജാണെങ്കിലും സ്വകാര്യ കോളേജാണെങ്കിലും അടയ്ക്കേണ്ടതായിട്ടില്ല. ധീവര, KN, KU, SC, ST വിഭാഗത്തിന് വരുമാന പരിധി ബാധകമല്ല. എന്നാൽ BH, BX വിഭാഗം, EC വിഭാഗത്തിൽ ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടാത്ത വിഭാഗത്തിൽ വരണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യുകയും അത് 6 ലക്ഷത്തിൽ താഴെ ആയിരിക്കുകയും ചെയ്യണം. 6 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സീറ്റ് സംവരണം ലഭിക്കും, പക്ഷേ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായി വരികയും ചെയ്യും. ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ജനറൽ എന്നീ കാറ്റഗറിയിൽപ്പെട്ട 30 വിഭാഗങ്ങളെയാണ് EC കാറ്റഗറിയിൽ 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന പരിധിയിൽ EC എന്ന കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്താൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു വിഭാഗമാണ് രജിസ്റ്റേർഡ് ഫിഷർമാൻ്റെ മക്കൾക്കുള്ള FM എന്ന കാറ്റഗറി. സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് ഫീ കൺസെഷൻ ടു ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ FM എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുവാൻ വേണ്ടി കേരളത്തിലെ
ഫിഷർമാൻ വെൽഫെയർ ബോർഡ് അതോറിറ്റിയുടെ സാക്ഷ്യപത്രം ഹാജരാക്കി കഴിഞ്ഞാൽ, ഈ സർട്ടിഫിക്കറ്റ് വെൽഫെയർ ബോർഡിൽ നിന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ അച്ഛൻ അമ്മ അവരുടെ അഡ്രസ്സും അതുപോലെ മത്സ്യഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി എന്നീ പട്ടികയിൽ ഇന്ന രജിസ്റ്റേർഡ് നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളാണെന്നും, അതായത് രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെന്നും, അഥവാ ഇനി അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ഫിഷർമാൻ ആയിരുന്ന ആളുടെ വിധവയാണെന്നും, ഇപ്പോൾ അച്ഛൻ രജിസ്റ്റേർഡ് ഫിഷർമാൻ ആയിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വിധവയാണെന്നോ ഈ രണ്ട് കൂട്ടർക്കും അപ്ലൈ ചെയ്യാം. അയാൾ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിലെ വിഹിതം കുടിശ്ശികയാകാതെ അടച്ചിട്ടുള്ളതാണെന്നും, അല്ലെങ്കിൽ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഇന്ന നമ്പർ പ്രകാരം വാർദ്ധക്യകാല പെൻഷൻ ലഭിച്ചു വരുന്നയാളാണെന്നുമുള്ള ഈ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് FM എന്ന കാറ്റഗറിയിൽ വരികയാണെങ്കിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള FM എന്ന കാറ്റഗറിയിൽ കൂടാതെ സ്ത്രീ ചിത്ര ഹോം, നിർഭയ ഹോം, ജുവനൈൽ ഹോം എന്നീ വിഭാഗത്തിൽ ഈ സ്ഥാപനങ്ങളിലെ അന്തേവാസിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് കീം 2024 അപ്ലൈ ചെയ്യുമ്പോൾ അതാത് അതോറിറ്റിയുടെ കൺസേൺ ലെറ്റർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീ ചിത്ര ഹോം, നിർഭയ ഹോം, ജുവനൈൽ ഹോം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ബൈ ഗവൺമെൻറ് അലോട്ടഡ് അഗെയിൻസ്റ്റ് മെറിറ്റ് സീറ്റ്, ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും മെറിറ്റ് സീറ്റുകളിൽ നിന്നും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാകും. ഈ സർട്ടിഫിക്കറ്റുകൾ കീം 2024 വെബ്സൈറ്റിൽ ഏപ്രിൽ 24 നിർബന്ധമായും അപ്ലോഡ് ചെയ്തിരിക്കണമെന്ന് മാത്രം. കീം 2024 വഴി കേരളത്തിലെ MBBS, BDS അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൽ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന വിഭാഗങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. കീം 2024 അപ്ലൈ ചെയ്യുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെയ് അവസാനം പൂർത്തിയായി കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നു കഴിയുമ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ട റിസർവേഷനുകളും ഫീസ് സൗജന്യവും അനുവദിച്ച് കിട്ടി എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം. ഉദാഹരണത്തിന് FM കാറ്റഗറിയിലാണെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻ എന്നുള്ള കാറ്റഗറിയിൽ FM എന്ന് കാണിക്കുകയും, അതുപോലെ തന്നെ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മളുടെ കാറ്റഗറിയിൽ EC എന്ന് കാണിക്കുകയും, SC ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ KU KN ധീവര വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ക്ലെയിം ഫോർ റിസർവേഷൻ എന്നുള്ളിടത്ത് SC ST KU KN DV എന്നീ കാറ്റഗറികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുക. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ ട്യൂഷൻ ഫീസ് 0 എന്നുള്ളത് നമുക്ക് വെബ്സൈറ്റ് വഴി കാണാനായിട്ടും സാധിക്കും. കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികളുടെ വിവിധ വീഡിയോകളാണ് നമ്മൾ ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.